ഇന്നത്തെ പോഡ്കാസ്റ്റ് എന്തെങ്കിലും ഒരു ഹാബിറ്റ് കുറേ കാലമായിട്ട് മാറ്റണം എന്ന് വിചാരിക്കുന്നു, പക്ഷേ അത് മാറ്റാൻ പറ്റാതെ ഒരു അഡിക്ഷനോ, നമുക്കറിയാം ആ ബാഡ് ഹാബിറ്റ് നമ്മളുടെ സ്വഭാവത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവും എന്നുള്ളത്. പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് നമുക്ക് ആ ഹാബിറ്റ് മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ്. എന്താണ് അഡിക്ഷൻ, എങ്ങനെ ഡി അഡിക്ഷൻ കൊണ്ടുവരാം, അതിൻ്റെ സൈക്കോളജി എന്താണ്, ഇതൊക്കെ ആയിരിക്കും ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് റാക്സ് ആൻഡ് ജൂബി പോഡ്കാസ്റ്റ്. തുടക്കം തന്നെ സൊല്യൂഷൻസ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ബ്രെയിനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ എങ്ങനെ ഇതിന്നൊരു സൊല്യൂഷനായിട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ്. ആദ്യം തെറ്റായിട്ടുള്ളൊരു കോൺസെപ്റ്റ് നമ്മളെല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കുന്നതിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതെ, തെറ്റായിട്ടുള്ളൊരു കാര്യം നമ്മളെല്ലാം വിചാരിച്ച് വെച്ചിരിക്കുന്നത്, നമ്മൾ ഭയങ്കര ദൃഢനിശ്ചയത്തോടു കൂടി ഞാൻ ഇന്നു മുതൽ ഒരിക്കലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യില്ല, ഞാൻ ഇന്നു മുതൽ മദ്യപിക്കില്ല, ഞാൻ ഇന്നു മുതൽ സിഗരറ്റ് വലിക്കില്ല, ഞാൻ ഇന്നു മുതൽ ആരെയും ഗോസിപ്പ് പറയില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി വിൽ പവറോട് കൂടി അറ്റാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതാണ് ഏറ്റവും വലിയ പൊട്ടത്തെറ്റ്. വിൽ പവർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബാറ്ററി പോലെയാണ്. നമുക്ക് ഓരോ തവണ ക്രേവിങ്സ് വരുമ്പോഴും നമ്മൾ ആ വിൽ പവർ എടുത്ത് കുറച്ച് യൂസ് ചെയ്യും. ആ ക്രേവിങ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഹാബിറ്റിലാണോ അഡിക്റ്റ് ആയിരിക്കുന്നത് ആ ഹാബിറ്റിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ആ വിൽ പവറിൻ്റെ കുറച്ച് ചാർജ് യൂസ് ചെയ്യും. എൻഡ് ഓഫ് ദി ഡേ ആകുമ്പോഴത്തേക്കും ഈ വിൽ പവർ കയ്യിൽ നിന്ന് പോകും, അവിടെ അഡിക്ഷൻ ജയിക്കും. അപ്പോൾ വിൽ പവർ അല്ല അതിൻ്റെ സൊല്യൂഷൻ. വിൽ പവർ ഡ്രെയിൻ ആവും, എല്ലാ പോയിന്റിലും വിൽ പവർ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ എന്താണെന്നുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റിനെ റീഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. സിംപ്ലർ വേർഡ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിനെ, അന്തരീക്ഷത്തിനെ നമുക്ക് എന്ത് ഹാബിറ്റാണോ മാറ്റേണ്ടത്, എന്ത് അഡിക്ഷൻ ആണോ നമുക്ക് മാറ്റേണ്ടത്, അതിന് സ്യൂട്ടബിളായി എൻവയോൺമെൻറ്റിനെ ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യാനുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ എടുത്തു നോക്കാം. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോണിലെ നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്യാനും ഇൻസ്റ്റഗ്രാം റീൽസിനും അഡിക്ഷൻ ഉള്ള ഒരാളാണെന്ന് സങ്കല്പിക്കാം. അയാൾക്ക് അഡിക്ഷൻ മാറ്റേണ്ടത് ഈ ഫോൺ ചെക്ക് ചെയ്യുന്നതിനെയാണ്. ഇപ്പോൾ രണ്ട് കേസ് ആലോചിച്ച് നോക്കുക. നമ്മൾ എവിടെയൊക്കെ ഇരിക്കുന്നോ അവിടെയൊക്കെ നമ്മൾ ഫോൺ കൊണ്ടുപോകുന്നു, നമ്മളുടെ ഒരു കൈ അകലെ ഫോണുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഹാബിറ്റ് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ നമ്മളൊരു ടൈംഡ് ബോക്സ് ഇമാജിൻ ചെയ്യാം. അതായത് ആ ബോക്സിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ആ ഫോണ് നമുക്ക് ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണമെങ്കിൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. പ്രസ് ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ബോക്സ് തുറക്കാൻ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വിചാരിക്കുക. ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ. ഈ രണ്ട് കേസിൽ ആദ്യത്തെ കേസിൽ നമുക്ക് എപ്പോഴൊക്കെ അർജു വരുന്നുണ്ടോ ആ സമയത്ത് മുഴുവൻ നമ്മൾ പോയി ഫോൺ നോക്കും, എടുക്കും. രണ്ടാമത്തെ കേസിൽ നമ്മൾ എൻവയോൺമെൻറ്റ് റീഡിസൈൻ ചെയ്തു. നമുക്ക് ഫോൺ വേണമെന്ന് തോന്നിയാൽ തന്നെ അവിടെ പോയി ബട്ടൺ പ്രസ് ചെയ്ത് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, എന്നാലേ ബോക്സ് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഹാബിറ്റ് കുറഞ്ഞു വരും. അപ്പോൾ ആ എൻവയോൺമെൻറ്റ് നമുക്ക് റീഡിസൈൻ ചെയ്യാൻ പറ്റും. ഈ ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പറയാം. ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതൊരു അഡിക്ഷനും ഡ്രൈവ് ചെയ്യുന്നത് അർജാണ്. ഒരു എന്താ ഇതിൻ്റെ കറക്റ്റ് മലയാളം വാക്ക്? അർജിൻ്റെ ത്വരയും നമ്മൾ ചെയ്യുന്ന ആക്ഷനും, അത് നമ്മളുടെ ഡിസ്റ്റൻസ് ആണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു എർജ് തോന്നി ആ എർജിനെ നമ്മൾ ആക്ട് ചെയ്യുന്നു. ഇത് നമ്മളുടെ ഡിസ്റ്റൻസിനെയാണ് ഫ്രിക്ഷൻ എന്ന് പറയുക. ഈ ഡിസ്റ്റൻസ് കുറവാണെന്ന് വിചാരിക്കുക, നമ്മളെപ്പോഴും അഡിക്ഷനിൽ പെട്ടുപോകും, അഡിക്ഷൻ എപ്പോഴും ജയിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഡിസ്റ്റൻസ് കൂടുതലാണെന്ന് വിചാരിക്കുക, നമ്മൾ ആ ഹാബിറ്റ് അഡിക്ഷൻ ആവാനുള്ള സാധ്യത കുറവാണ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ മൊബൈൽ പോയി എടുക്കണമെങ്കിൽ കിച്ചണിൽ പോയി ബട്ടൺ പ്രസ് ചെയ്ത് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ, അവിടെ ഡിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം നമ്മൾ അഡിക്റ്റഡ് ആവാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ നമ്മുടെ വിരൽ തുമ്പിൽ തന്നെ നമുക്ക് ഫോണ് കിട്ടുന്നൊരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക, നമ്മൾ അഡിക്റ്റഡ് ആവും. ഇത് ഈ ഫോണിൻ്റെ എക്സാമ്പിൾ മാത്രമല്ല, വളരെ ഇമ്പൾസീവായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ഫ്ലിപ്കാർട്ടും ആമസോണും എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോംസും ഡിസൈൻ ചെയ്തിരിക്കുന്ന അങ്ങനെ. ഇപ്പോൾ വളരെ ഇമ്പൾസീവായിട്ട് ബൈ ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബൈ നൗ എന്ന് പറഞ്ഞൊരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. COD ആണെങ്കിൽ യുവർ ഓർഡർ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റൽ റീഡിസൈൻ എന്താണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം നിങ്ങളൊരു ഇമ്പൾസീവ് ബയറാണ്, എനിക്ക് ആ ബയിങ് ഹാബിറ്റ് എന്നുള്ള അഡിക്ഷനെ
ഡി അഡിക്റ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ള ആളാണെങ്കിൽ അവിടെ എൻവയോൺമെൻറ്റ് എങ്ങനെ റീഡിസൈൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ റൂൾ നമ്പർ 1, എന്തൊരു കാര്യം എന്തൊരു പ്രൊഡക്റ്റോ ബൈ ചെയ്യുന്നതിന് മുന്നേ 24 മണിക്കൂറിൽ ആഡ് ടു കാർട്ട് ഇട്ട് കൊടുത്തിട്ടേ ഞാൻ ബൈ ചെയ്യുള്ളൂ എന്ന് ഡിസൈഡ് ചെയ്യുന്നു വിചാരിക്കാം. എനിക്കൊരു സാധനം പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹം തോന്നി, പക്ഷേ ഞാൻ അപ്പോൾ ബൈ ചെയ്യില്ല. ഞാൻ ആഡ് ടു കാർട്ട് കൊടുക്കും, എന്നിട്ട് 24 hours കഴിഞ്ഞിട്ടാണ് ഞാൻ ബൈ ചെയ്യുള്ളൂ എന്ന് ഡിസൈഡ് ചെയ്ത് വിചാരിക്കാം. അതിനെയും കൗണ്ടർ ചെയ്യാനാണ് ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെ ഒക്കെ വേറൊരു പരിപാടിയുണ്ട്. ദിസ് ഓഫർ എൻഡ്സ് ഇൻ ഇത്ര മിനിറ്റ്സ്, ഇത്ര ഹവേഴ്സ്, ഇത്ര മിനിറ്റ്സ്, ലൈക്ക് ദിസ് സൂപ്പർ ഹോട്ട് ഡീൽ എൻഡ്സ് ഇൻ 2 hours 5 minutes എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറില്ലേ. അതും ഹ്യൂമൻ സൈക്കോളജി പഠിച്ച കുറേ കുട്ടപ്പന്മാരും കുറേ ബുദ്ധിയുള്ള ആൾക്കാരാണ് ആളുകളെ എങ്ങനെ ഇമ്പൾസീവായിട്ട് ആക്ട് ചെയ്യിപ്പിക്കാം. ലൈക്ക് നമ്മൾ എന്തൊരു അഡിക്ഷനെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുക നമ്മൾ ലോജിക്കലി ചിന്തിക്കാനുള്ള സമയം കൊടുക്കുമ്പോഴാണ്. ആ സമയം കൊടുക്കാതിരിക്കാനാണ് അതിനെ ഉപയോഗിക്കേണ്ട ആൾക്കാർ ഉപയോഗിക്കുക. അപ്പോൾ 24 hours കഴിഞ്ഞിട്ട് ആഡ് ടു കാർട്ടിനെ ബൈജുള്ളൂ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ വേണ്ട, അതിപ്പോൾ ഇന്ന് വാങ്ങിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ അത് വാങ്ങിക്കാതിരിക്കാനും ഉള്ള സാധ്യത ഉണ്ട്. ഇത് നമ്മളിപ്പോൾ ഡി അഡിക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അത് ഡി അഡിക്ഷൻ സെൻറ്ററിലോ അല്ലെങ്കിൽ അത് മാറാനോ ആൾക്കാർ തയ്യാറാകുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഒരു ബ്രെയിനിൻ്റെ തന്നെ ഒരു കഴിവാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ബ്രെയിനിൻ്റെ ഈ കഴിവ്, അതായത് നമ്മൾക്ക് മാറാനും നമ്മുടെ സ്വഭാവം മാറ്റാനും എല്ലാത്തിനും ഉപയോഗമുള്ള നമ്മുടെ കഴിവിനെ തന്നെയാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വീഴുന്ന കണ്ടിട്ടുണ്ടോ? ആ വീഴുന്ന സ്ഥലം കുറേ ഒരു മാസങ്ങളായി കഴിഞ്ഞാൽ അവിടെ ഷേപ്പായി വരും. ഈ വെള്ളം വീണ ഷേപ്പാവും. ഇതുപോലെ ചെറിയ കുഴി പോലെ ഷേപ്പ്. ഇതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ബ്രെയിനിൽ ചെയ്യുന്നത്. നമ്മളിങ്ങനെ നമ്മുടെ ബ്രെയിനിനെ റീസ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഏത് നമ്മുടെ സ്വഭാവത്തിനോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിനോ ലൈഫ് ഇങ്ങനെ തീരും, അതിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്യും ബ്രെയിനിനെ. അപ്പോൾ നമ്മൾ അതിലേക്ക് അഡാപ്റ്റ് ആവും. അതിലൊരു ചെറിയ പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇന്റേണലി എന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് ന്യൂറോൺസ് എങ്ങനെ പാസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബ്രെയിൻ എപ്പോഴും ചിന്തിക്കുക. അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് ന്യൂറോൺസിനെ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പുതിയ ഹാബിറ്റ് പഠിക്കുന്ന സമയത്ത്, നമ്മളൊരു പുതിയ സ്കില്ല് പഠിക്കുന്ന സമയത്ത് ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നുണ്ട്, ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് തമ്മിലൊരു കണക്ഷൻ വരികയാണ്. ഒരു സ്പെസിഫിക് ഗ്രൂപ്പ്സ് ഓഫ് ന്യൂറോൺസ് തമ്മിലൊരു സിനാപ്റ്റിക്കൽ ന്യൂറോളജിക്കൽ കണക്ഷനാണ് ബിൽഡ് ആവുന്നത്. ഒരുപാട് കാലം നമ്മൾ ആ ഹാബിറ്റ് ചെയ്യാതിരുന്നാൽ ആ കണക്ഷൻ വളരെ ഫെയ്ഡായി അതിലൂടെ ന്യൂറോൺസ് പാസ് ചെയ്യാതെ നമുക്ക് ആ കഴിവ് അത്ര തന്നെ പിന്നീട് അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അഡിക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ നീ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ മദ്യപിക്കുന്ന സമയത്ത് കിട്ടുന്ന നമുക്ക് ആസക്തി പാസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്കിലൂടെ ആവും. അപ്പോൾ നീ എല്ലാ ദിവസവും മദ്യപിച്ച് ആ ന്യൂറൽ നെറ്റ്വർക്കിനെ സ്ട്രോങ് ആക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ന്യൂറോൺസ് പാസ് ചെയ്യാൻ പറ്റേ, അതാണ് ഏറ്റവും എനർജി സേവ് ചെയ്യുന്ന പ്രോസസ്സ് ബ്രെയിനിന്. അപ്പോൾ എവിടെയൊക്കെ എനർജി സേവ് ചെയ്യാൻ പറ്റുമോ ബ്രെയിൻ അതിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മദ്യം കാണുന്ന സമയത്ത് നമുക്ക് അതിനോട് ഡോപ്പമിൻ റിലീസ് വരുന്നതിൻ്റെ റീസൺ അതാണ്. ബിക്കോസ് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആ ന്യൂറോൺ നെറ്റ്വർക്സിനെ നമുക്ക് അതിലൂടെ പാസ് ചെയ്യാനും ആ ന്യൂറൽ നെറ്റ്വർക്ക് സ്ട്രോങ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് മദ്യപിക്കാതെ ഇരിക്കുന്ന സമയത്തുള്ള ന്യൂറൽ നെറ്റ്വർക്ക് വീക്കാണ് അവിടെ. അതിനെ നമ്മൾ സ്ട്രോങ് ആക്കണമെങ്കിൽ നീ പറഞ്ഞതുപോലെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി അവിടെ ബിൽഡ് ചെയ്യണം. ആ ന്യൂറോൺസ് നമ്മുടെ കണക്ഷൻസ് ബിൽഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏതൊരു സ്കില്ലായിക്കോട്ടെ ഒരുപാട് കാലം നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് ഒരു ദിവസം പോയി ചെയ്യാൻ നോക്കുമ്പോൾ അത് പറ്റാത്തത്. അതുകൊണ്ട് നിത്യാഭ്യാസി ആനയെടുക്കും എന്ന് പറയുന്ന പഴഞ്ചൊല്ലും ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. അപ്പം ഈ മദ്യപാനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതെങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ അഡിക്ഷനിൽ എന്താണ് പ്രശ്നം വരുന്നത് പറഞ്ഞുതരാം. അതായത് നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷം വരും. അതായത് ഒരു ചായ കുടിക്കുമ്പോൾ, വീട്ടിൽ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ, ഒരു ടൂറ് പോകുമ്പോൾ, അപ്പോഴൊക്കെ നമുക്ക് സന്തോഷം വരും. ഈ സന്തോഷം എന്നുള്ള വികാരം എന്താ? ഡോപ്പമിൻ റിലീസാണ്. ഡോപ്പമിൻ എന്ന കെമിക്കൽ ഇങ്ങനെ റിലീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സന്തോഷം വരുന്നു. അപ്പോൾ ഈ നമ്മൾ ലഹരി പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിന് ഒരു അതിനെന്ന് പറയുന്നത് ഒരു നംബ്നെസ്സിൽ പോകും. അതായത് ബ്രെയിനും മരവിക്കും. അങ്ങനെ മരവിക്കുന്നത് ശരിക്കും പറഞ്ഞത് ഒരു മെൻ്റൽ സ്റ്റേറ്റ് ആണ്. സൈക്കോളജിയിൽ അതിനെ അനീഡോണിയ എന്നാണ് പറയുക. അനീഡോണിയ എന്ന് പറയും. അത് ഈ നമുക്ക് വരുന്ന ഈ നംബ്നെസ്സിനെ സൈക്കോളജിസ്റ്റുകൾ വിളിക്കുന്ന പേരാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഡോപ്പമിൻ റിലീസ് ആവുന്നുണ്ടല്ലോ, ഈ റിലീസ് ആവുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഈ ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോഴൊക്കെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് നമുക്ക് റിലീസ് ആവുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷത്തിന് പകരം ഇതൊരു ഹ്യൂജ് ലോഡായിട്ട് അങ്ങോട്ട് വരും. അതിൽ ആൽക്കഹോൾ ഉപയോഗിച്ചാൽ 10 times ആയിട്ട് ഇതിൻ്റെ ഡോപ്പമിൻ റിലീസ് ആവും. അതിന് നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറഞ്ഞു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഫോറിയ എന്ന് പറയാം. ഓയോ ആ വാക്കിനെയാണ് യൂഫോറിയ എന്ന് പറയാം. ലൈക്ക് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഒരുപാട് ഡോപ്പമീൻ എന്നൊക്കെ പറയുന്നത് ഒരു ഔട്ടർ സൈഡിൽ വരുന്ന കാര്യം മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ ഇന്റേണലി നോക്കുന്ന സമയത്ത് ഡെൽറ്റ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡോപ്പമീനെക്കാട്ടിലും കൂടുതൽ അഡിക്ഷന് സപ്പോർട്ട് ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു ഫാക്ടർ. ഡോപ്പമീൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഡോപ്പമീൻ വളരെ പെട്ടെന്ന് തന്നെ റിലീസായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എഫക്റ്റ് പോകും. പക്ഷേ ഈ ഡെൽറ്റ ഫോഴ്സ് എന്ന് പറഞ്ഞ പ്രോട്ടീൻ ആഴ്ചകളോളം മാസങ്ങളോളം ഒക്കെ നമ്മളുടെ ബ്രെയിനിനകത്ത് തന്നെ സെക്രീറ്റ് ചെയ്ത് ആ ന്യൂറൽ നെറ്റ്വർക്ക് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആ അഡിക്ഷനോടുള്ള ആസക്തി പോകാൻ ഒരുപാട് സമയം എടുക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവേണ്ടി പറയുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ TV ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നല്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഈ കെമിക്കൽ നമ്മുടെ വീടിൻ്റെ പുറത്ത് നിൽക്കുന്നു, ഡോറിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരാൾ സിനിമ കാണുന്നു, നല്ല കോമഡി വരുന്നു, നമ്മൾക്കപ്പോൾ ചിരിക്കണം. അപ്പോൾ നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മൾ വികാരം ചിരിക്കുന്നില്ല. ഇപ്പോൾ ഡോപ്പമിൻ ഓടി വന്ന് തട്ടും, എന്നിട്ട് സന്തോഷിക്കടാന്ന് പറയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും സന്തോഷിക്കും, വീണ്ടും തിരിച്ച് പുറത്ത് നിൽക്കും. ഇങ്ങനെ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഡോപ്പമിൻ ഹ്യൂജ് റിലീസ് ചെയ്യാൻ നിൽക്കുമല്ലോ. അപ്പോൾ ഈ പുറത്ത് നിൽക്കുന്ന ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ വലിയൊരു മാസി ബോഡിയെ മാറിയിട്ട് നമുക്ക് കണ്ടാൽ തന്നെ പേടിയാവണ പോലത്തെയാവും. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് ഡോർ അടയ്ക്കും പേടിച്ചിട്ട്. ഇത് തന്നെയാണ് ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡോപ്പമിൻ റിമൂവ് ഒരു സുനാമി പോലെ ഇങ്ങനെ വരും, ഡോപ്പമിൻ സുനാമി. അപ്പോൾ ബ്രെയിന് അലേർട്ടാവും, അയ്യോ എന്തോ ഡോപ്പമിൻ റിലീസ് ആവുന്ന റിസെപ്റ്റേഴ്സ് ഇല്ലേ അതിനെ ക്ലോസ് ചെയ്യും. അതായത് പാനിക് ആണെന്ന് വിചാരിച്ചിട്ട് ക്ലോസ് ചെയ്യും. അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ കാലം മദ്യപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഡിക്ഷൻ ആയിക്കൊണ്ട് തന്നെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ഡോപ്പമിൻ റിലീസ് ആവുന്ന ആ കഴിവില്ലേ, ആ കഴിവിനെ നമ്മൾ ഇല്ലാണ്ടാക്കിക്കളയും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുണ്ട് ദുശ്ശീലം. ശരിക്കും അഡിക്ഷൻ ഒരു ദുശ്ശീലമല്ല, അത് നമ്മുടെ സന്തോഷിക്കാനുള്ള കഴിവിനെ നമ്മൾ ഇല്ലാതാക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നീ പറഞ്ഞില്ലേ ഡോപ്പമൈൻ റിലീസ് ചെയ്യാനുള്ള കഴിവിനെയാണ് ഇല്ലാതാക്കുന്നത് പറഞ്ഞില്ലേ. ഇതിനെ കണക്ട് ചെയ്തിട്ടൊരു ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു DJ പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പോയി എന്ന് വിചാരിക്കാം. ഒരു ദിവസം രാത്രി നമ്മൾ പോയിട്ട് ഹെവി നോയ്സും ഹെവി മ്യൂസിക്കുള്ള ഒരു DJ പാർട്ടി നമ്മൾ അറ്റൻഡ് ചെയ്തു, നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ നമ്മളുടെ ബ്രെയിനിന് നമ്മൾ അത്രയും ഡോപ്പമിൻ റിലീസ് കൊടുത്തത് അത്രയും ഹെവി ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കിലാണ് നമ്മൾ ബ്രെയിനിന് ഡോപ്പമിൻ റിലീസ് കൊടുത്തത്. പിറ്റേ ദിവസം നമ്മൾ ഒരു നാച്ചുറൽ ട്രിപ്പ് പോയി എന്ന് വിചാരിക്കാം. നമ്മളൊരു ഫോറസ്റ്റിനകത്തേക്ക് ചെന്നു, നമ്മൾ ചെറിയ പക്ഷികളുടെ ശബ്ദവും കാടിനുള്ളിലുള്ള പ്രകൃതിയുടെ തന്നെ സൗണ്ടിനെയൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ആ ഒരു സൈലൻസിനെയും ആ ഒരു കൈൻഡ് ഓഫ് കാംനെസ്സിനെയും അബ്സോർബ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. കാരണം ഡോപ്പമൈൻ അധികം റിലീസ് ആവുന്നില്ല. എക്സാക്ട്ലി. വൈ? ബിക്കോസ് ബ്രെയിനിന് നമ്മൾ ഡോപ്പമൈൻ കൊടുക്കാൻ, ഡോപ്പമൈൻ റിലീസ് ചെയ്യാൻ അതിലും ലൗഡ് ആയിട്ടുള്ള ഒരു സാധനത്തിന് കിട്ടിക്കഴിഞ്ഞു. സിമിലർ ടു ദാറ്റ് ആൽക്കഹോളും സെയിം ഫംഗ്ഷനാണ് ചെയ്യുന്നത്. ആൽക്കഹോൾ എന്ന് പറയുന്ന ഡ്രഗ് ഇതിനെ വെച്ചോളൂ, അത് നമ്മളുടെ ബ്രെയിനിന് കൊടുക്കുന്ന ഡോപ്പമൈൻ റിലീസസ് ഹ്യൂജ്. അപ്പോൾ അതിനെക്കാട്ടിലും വലിയ ഒരു ആക്ടിവിറ്റി വന്നാലേ മാത്രമേ പിന്നീട് ഡോപ്പമൈൻ റിലീസ് ചെയ്യുള്ളൂ. ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, അതായത് ഓൾറെഡി നമുക്ക് ഇത്രയും ഡോപ്പമൈൻ കിട്ടിക്കഴിഞ്ഞു, പിന്നെ അതിനെക്കാട്ടും വലുത് കിട്ടണമെന്ന് പറഞ്ഞല്ലോ. അത് സത്യം പറഞ്ഞാൽ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട് ഒരു ശാസ്ത്രജ്ഞൻ. അതായത് നമ്മുടെ ലൈഫിൽ നമ്മുടെ സിറ്റുവേഷൻ കാരണമാണോ അങ്ങനെ ആയി പോകണത്, അഡിക്ഷനിലേക്ക് പെട്ടു പോകണതെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. പണ്ട് ശാസ്ത്രജ്ഞന്മാർ എലികൾ വെച്ച് പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അത് ഒരു കൂട്ടിൽ എലീനാക്കിയിട്ട് ഒരു ഗ്ലാസ്സിൽ പച്ചവെള്ളവും ഒരു ഗ്ലാസ്സിൽ ആൽക്കഹോളുള്ള വെള്ളവും വെച്ചു. അപ്പോൾ ആ എലി ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങിയപ്പോൾ പച്ചവെള്ളം സാധാരണ ലൈഫിൻ്റേതാണല്ലോ, കുടിക്കും. പിന്നെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ആൽക്കഹോൾ കുടിച്ചു നോക്കി. അങ്ങനെ പിന്നെ എലിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഈ ആൽക്കഹോൾ, അങ്ങനെ വേറെ ഒന്നും ചെയ്യാനില്ല, ആൽക്കഹോൾ കിട്ടുമ്പോൾ കുറച്ച് കിക്ക് കിട്ടുന്നുണ്ട്, അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാനില്ലാണ്ട് ഇത് മാത്രം നിർബന്ധിതനായി അകത്ത് പോവുകയാണ്. അപ്പോൾ ഇത് വലിയ സംഭവമൊക്കെ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ബ്രൂസ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇത് മാറ്റിത്തരാം. ഇത് നമ്മൾ ആ എലി
ആൽക്കഹോൾ അഡിക്ഷൻ ആയതാണോ അത് വേറെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് പറഞ്ഞിട്ട് ഒരു റാറ്റ് ഫാം ഉണ്ടാക്കും. അതായത് വലിയൊരു കേജ് ഉണ്ടാക്കിയിട്ട് അതിൽ കുറേ എലികളെയും വെക്കും, അവർക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങൾ കൊടുക്കും, പിന്നെ കുറേ ഗുഹ പോലെ തുരങ്കം പോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും, അതിനകത്ത് വിടും. എന്നിട്ട് ഇതേപോലെ സൈഡിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ആൽക്കഹോളും വെച്ചിട്ടുണ്ട്. ഈ എലികൾ പരസ്പരം അവരുടെ ഇണചേരുക, അല്ലെങ്കിൽ അവരുടെ കുട്ടികളായിട്ട് കളിക്കുക, ഗെയിംസ് കളിക്കുക. ഇതിൻ്റെ കൂടെ പോകുമ്പോൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു, തൊട്ടടുത്തുള്ളതിൻ്റെ മണത്ത് നോക്കുമ്പോൾ വെള്ളം അല്ല എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ പോകുന്നു. അപ്പോൾ എന്ത് ആ കാര്യത്തിന് അവിടെ നിന്ന് വ്യതിരിച്ച് പോയപ്പോൾ സമയത്ത് എലികൾ ആൽക്കഹോൾ ഉപയോഗിക്കാതെ അവർക്ക് ഡോപ്പമിൻ റിലീസ് കിട്ടുന്ന വേറെ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. ഈ പറഞ്ഞ തുരങ്കവും ഹോൾസും അതുപോലെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇണചേരാനുള്ള എല്ലാ സിറ്റുവേഷൻസും അവിടെ ഉള്ളത് കൊണ്ട് അവർ ആ ഡോപ്പമീനെ സീക്കും. ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ബന്ധങ്ങൾ വേണമെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് ഒന്നും വരാത്ത ആൾക്കാർ, അതിന് മുമ്പ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഭാര്യയെ പേടിച്ചിട്ടാണ് വരാത്തതെന്നുള്ളത്. ശരിക്കും അതല്ല. അവന് ആ ഭാര്യയോട് സ്നേഹവും ഭാര്യയോട് അടുപ്പവും സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അയാളുടെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ നെറ്റ്വർക്ക് ബിൽഡ് ആവുന്നുണ്ട്, ഡോപ്പമിൻ അവിടെ കിട്ടുന്നുണ്ട്. ഓക്സിറ്റോസിൻ ലവ് ഹോർമോൺ എന്ന് പറയുന്ന ഓക്സിറ്റോസിൻ. അയാളുടെ ഒരു 10-25 വർഷത്തെ ലൈഫിൽ റിലീസ് ആവാത്ത, എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു പുതിയ വികാരവും ഓക്സിറ്റോസിൻ റിലീസ് ചെയ്ത് കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി ആ ന്യൂറൽ നെറ്റ്വർക്ക് അവിടെ ബിൽഡ് ആവും. അപ്പോൾ അയാൾ അതിനാണ് ട്രൈ ചെയ്യുന്നത്, അല്ലാതെ അതിനെ ഭാര്യപ്പെടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഓക്സിറ്റോക്സിൻ ഇൻക്രീസ് ആവുന്ന സമയത്ത് ഈ ബ്രെയിനിന് നോർമലായിട്ടൊരു ഡോപ്പമിൻ സിസ്റ്റം ഉണ്ട്, ഡോപ്പമിൻ റിലീസ് ആവുന്ന സിസ്റ്റം ഉണ്ട്. അത് റിക്കവർ ആവും. ഇതിന് നമ്മളെങ്ങനെ പറയുക, നമുക്കൊരു ട്രാജഡി സംഭവിച്ചെന്ന് വിചാരിക്കുക, ലൈഫിൽ ട്രാജഡി സംഭവിച്ചു. അപ്പോൾ നമ്മൾ ആ സങ്കടത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വല്ല എന്തെങ്കിലും അഡിക്ഷനിൽ പോകും, ലഹരി ഉപയോഗിക്കാൻ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിന് അത് റിക്കവർ ആവാൻ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ നമ്മൾ ഫോളോ ചെയ്യണം. അതാണ് നേരത്തെ പറഞ്ഞ ഈ ന്യൂറോപ്ലാസ്റ്റിറ്റിയും അല്ലെങ്കിൽ ഇതുപോലത്തെ ബ്രെയിനിൻ്റെ ന്യൂട്രിക്സ് തമ്മിലുള്ള കണക്ഷൻ, അഡാപ്റ്റബിലിറ്റി ഒക്കെ. അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റിൽ ഒന്നാണ് നമുക്ക് നല്ല ക്ഷമ വേണം. കാരണം ചില കാര്യങ്ങൾ റിക്കവർ ആവാൻ നല്ല ടൈം വേണം, ചിലത് ഷോർട്ട് ടൈം മതി. പിന്നെ രണ്ടാമത്തെ പോയിൻ്റാണ് ചെറിയ സന്തോഷങ്ങൾ, അതായത് വ്യായാമം, പിന്നെ നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കുക, അങ്ങനെ ചെറിയതായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഈ നേരത്തെ പറഞ്ഞ ഈ ഡോപ്പമിൻ സിസ്റ്റത്തിൻ്റെ നോർമാലിറ്റി ഉണ്ടല്ലോ, അതായത് ശരിക്കും നമുക്ക് സന്തോഷം വരുന്ന ആ റെഗുലറിറ്റി അതിലേക്ക് പോകും. അങ്ങനെ പോയി കുറേ കാലം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ് നമ്മുടെ ഈ അഡിക്ഷനോടുള്ള ആ ന്യൂറോൺസൊക്കെ നന്നായി മാറി. എക്സാക്ട്ലി. നീ പറഞ്ഞ പോയിൻറ്റ്സിനെയൊക്കെ എങ്ങനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് തോന്നുന്ന ഇമോഷൻസിനെ നമ്മൾ അഡിക്റ്റഡ് ആയി ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യാൻ നമുക്ക് തോന്നുന്ന അർജിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അർജിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് തോന്നുന്ന എല്ലാ അർജിനെയും നമ്മൾ നെയിം ചെയ്യണം, നമ്മൾ ഡീപ്ലി അതിനെ ഒബ്സർവ് ചെയ്യണം ആക്ട് ചെയ്യുന്നതിന് മുന്നേ. ഇപ്പോൾ പുകവലിക്കാൻ വേണ്ടി അഡിക്ഷൻ തോന്നുന്ന ഒരാളാണെങ്കിൽ, എനിക്കിപ്പോൾ പുകവലിക്കാൻ തോന്നുന്നുണ്ട്, എനിക്കിപ്പോൾ സ്മോക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്ന് വേഗമായിട്ട് പറയുന്നതിന് പകരം എന്താണ് ആക്ച്വലി ഈ സിഗരറ്റ് വലിക്കാൻ തോന്നുമ്പോൾ എൻ്റെ ബോഡിയിൽ സംഭവിക്കുന്നതെന്നുള്ളത് ഞാൻ തന്നെ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് ചിലപ്പോൾ നോർമലി തോന്നുന്നുണ്ടാവുക, എൻ്റെ തൊണ്ടയുടെ അവിടെ കുറച്ച് ഡ്രൈ ആവുന്നുണ്ടാവും, എൻ്റെ ചെസ്റ്റിൻ്റെ ഇവിടെ ഒരു വെയിറ്റ് ഉള്ള പോലെ തോന്നും. എനിക്ക് ഫിസിക്കലി നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് തോന്നുന്ന എല്ലാ അർജിനെയും നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന ഫിസിക്കൽ, ഭൗതികമായി സംഭവിക്കുന്ന ചേഞ്ചസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ബ്രെയിൻ തന്നെ ഡോപ്പമൈൻ റിലീസിന് വേണ്ടി നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ തോന്നിക്കുന്ന ഫിസിക്കൽ ചേഞ്ചസ് ആണ് ഇത്, അത്രേ ഉള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. ആ ഇമോഷനെ നെയിം ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ഷുഗർ കട്ടിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളൊരു ബേക്കറിയിൽ പോയി അവിടെ കുറേ സ്വീറ്റ്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്വീറ്റ്സ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു അർജ് വരും. നിങ്ങളൊന്ന് ഡിലേ ചെയ്തിട്ട് എന്താണ് ആ അർജെന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ മൗത്ത് വാട്ടറിംഗ് എന്ന് പറയാം, വായുടെ അകത്ത് വെള്ളം വരും, വായിൽ വെള്ളം വന്നു എന്ന് പറയില്ലേ. അപ്പോൾ അത് ആക്ച്വലി സലൈവയുടെ പ്രൊഡക്ഷൻ അവിടെ കൂടുകയാണ്. അപ്പോൾ ബ്രെയിൻ ഈസ് ആക്ച്വലി മേക്കിംഗ് എ ഫിസിക്കൽ ചേഞ്ച് ഇൻ യുവർ ബോഡി. ഷുഗർ കാണുന്ന സമയത്ത് ആ ഷുഗർ കഴിക്കാനുള്ള ടെൻഡൻസിനെ ബ്രെയിൻ ഫിസിക്കലായിട്ട് സലൈവയുടെ പ്രൊഡക്ഷൻ കൂട്ടി നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഡീപ്പായിട്ട് നമ്മൾ ആ ഇമോഷൻ നെയിം ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മൾ ഈ കംപ്ലീറ്റ് എനർജീനെ വേറൊരു സാധനത്തേക്ക് ചാനലൈസ് ചെയ്യുക.
അതാണ് ഡി അഡിക്ഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ആളാണ്, ബോറടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് വിചാരിക്കാം. അപ്പോഴാണല്ലോ ഈ സിഗരറ്റ് വലിക്കാനൊക്കെ തോന്നുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വേറൊരു ആക്ടിവിറ്റിയിലേക്ക് ചാനലൈസ് ചെയ്യാം. റെസ്റ്റ്ലെസ് ആവുന്ന സമയത്ത് ജിമ്മിന് പോയി കഴിഞ്ഞിട്ട് ഭയങ്കര റെസ്റ്റ്ലെസ് അല്ലാണ്ട് പോയി നല്ല ഡമ്പലൊക്കെ എടുത്ത് പൊക്കി നല്ല സ്ക്വാട്ട്സും ഡെഡ് ലിഫ്റ്റൊക്കെ ചെയ്ത് ആ റെസ്റ്റ്ലെസ്സിനെ ഓവർകം ചെയ്യും. അപ്പോൾ അവിടെ ആക്ച്വലി ജിമ്മിൽ പോകുന്ന സമയത്ത് ആ ജിമ്മിൽ പോകുന്ന സമയത്ത് ആ റെസ്റ്റ്ലെസ്നെസ്സിനെ നമ്മൾ കറക്റ്റായിട്ട് ചാനലൈസ് ചെയ്യുകയും ചെയ്തു. അത് നമുക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. നമുക്ക് കൂടുതൽ പവർ കിട്ടി. ആ പവറിൽ നിന്ന് നമ്മുടെ ബോഡി ടയേർഡായി നമുക്ക് നല്ല ഉറക്കം കിട്ടും. അതേപോലെ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് സ്മോക്ക് ചെയ്യാൻ തോന്നുന്നത്, കോൾഡ് ഷവർ എടുക്കുക, പോയി നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുക. അപ്പോൾ ബോഡിക്ക് ആക്ച്വലി വേറൊരു സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്. സ്മോക്കിംഗ് അല്ല നിനക്കുള്ള അഡിക്ഷൻ, ഇങ്ങനെയും നാച്ചുറലി നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും നമ്മൾ ബോഡീനെ മനസ്സിലാക്കിപ്പിക്കുകയാണ്. വേറൊരു കാര്യം കൂടെ ചെയ്യാൻ പറ്റുന്ന ഫ്ലോ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഫോൺ നല്ലപോലെ അഡിക്ഷനുള്ള ഒരാളാണെങ്കിൽ, എപ്പോഴും ഇൻസ്റ്റഗ്രാം റീൽസിൽ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, അവിടെ ആ ഫോൺ കുറച്ച് നേരം വെച്ചിട്ട് അതിനെക്കാട്ടിലും കൂടുതൽ ബ്രെയിൻ ആക്ടിവിറ്റി വേണ്ട കാര്യത്തിലേക്ക് നിങ്ങൾ ചെയ്യാൻ നോക്കുക. എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ ചിലർക്കത് സുഡോക്ക് കളിക്കുന്നതായിരിക്കാം, ചിലർക്കത് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്നതായിരിക്കാം, ചിലർക്കത് ഡ്രൈവ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്ക് അഡിക്ഷനുള്ള ഹാബിറ്റിന് നിങ്ങളുടെ ബ്രെയിൻ എത്രത്തോളം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതിനെക്കാട്ടിലും കൂടുതൽ കോഗ്നിറ്റീവ് കപ്പാസിറ്റി ഡിമാൻഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഹോബി നിങ്ങൾ കണ്ടുപിടിക്കുക. അതിപ്പോൾ എന്ത് ഹോബി നിങ്ങൾ കണ്ടുപിടിക്കണം എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വലിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബോറടിക്കുന്ന സമയത്ത് യൂഷ്വലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഐ യൂസ് ടു പ്ലേ സുഡോക്കു കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ റമ്മി കളിക്കാറുണ്ട്. അപ്പോൾ വി യൂസ് ടു പ്ലേ പോക്കർ. അപ്പോൾ അത് ആ ഗെയിം എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിൻ അത്രത്തോളം ആക്റ്റീവ്ലി ഇൻവോൾവ് ആയാൽ മാത്രമേ നമുക്കത് കളി ജയിക്കാനും അത്രത്തോളം ബ്രെയിൻ ആക്ടിവിറ്റിയോടെ വേണം. അപ്പോൾ എന്ത് അഡിക്ഷനാണോ ഉള്ളത് അതിനെക്കാട്ടിലും കൂടുതൽ ബ്രെയിനിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യും. സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ എന്താ ടീച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിക്ക് ഡോപ്പമീനെയും ഓക്സിറ്റോസിനെയും ഒക്കെ റിലീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡോപ്പമീൻ റിലീസ്. ഈ ഡോപ്പമീൻ ആണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ന്യൂറൽ നെറ്റ്വർക്ക് സ്ട്രോങ് ആവുകയും ഒരു ഹാപ്പി ഹെൽത്തി ലൈഫ് നമുക്ക് അച്ചീവ് ചെയ്യാനും പറ്റും. സോ നമ്മൾ പോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പോയിൻ്റ് വരെ ഈ പോഡ്കാസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞ ടെക്നിക്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഡിലേ കൊടുത്ത് നമ്മളുടെ ബ്രെയിനിൻ്റെ CEO ആയിട്ടുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെ റാഷണലി ചിന്തിക്കാനുള്ള ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. സോ സ്റ്റേ പോസിറ്റീവ് ഫ്രണ്ട്സ്. വി വിൽ കം അപ്പ് വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.